ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ കീം ബി ആർക്കിൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു അനാലിസിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പല കുട്ടികളും പല ഡൗട്ടുകളായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ സീറ്റ് കൺഫേം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 99.9% സീറ്റ് ഇപ്പോൾ പ്രൊവിഷനിൽ കാണിച്ചിട്ടുള്ള സീറ്റ് നമുക്ക് കൺഫേം ആണ്. അപ്പോൾ ബേസിക്കലി പല ഇഷ്യൂസുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ചില കോളേജസിൽ 1-2 സീറ്റൊക്കെ ചിലപ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സീറ്റുകളൊക്കെ തന്നെ ചിലപ്പോൾ ഫൈനലായിട്ടുള്ള അലോട്ട്മെൻറ്റ് വരുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ ചെറിയൊരു ചേഞ്ചസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നീറ്റ് അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ മറ്റ് അലോട്ട്മെൻറ്റുകളൊക്കെ വരുമ്പോൾ വേക്കൻസി ഓഫ് സീറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അടുത്ത അലോട്ട്മെൻറ്റിൽ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ CET-യിൽ സ്റ്റേറ്റ് മെറിറ്റ് 35 റാങ്ക് വരെയുള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഈഴവ കാറ്റഗറിയിൽ 67, അതുപോലെ മുസ്ലിം കാറ്റഗറിയിൽ 44, LA കാറ്റഗറിയിൽ 52, SC കാറ്റഗറിയിൽ 614 ആൻഡ് ST കാറ്റഗറിയിൽ 1674. ഇതാണ് CET കോളേജിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ EW കാറ്റഗറിയിൽ വരുമ്പോൾ 484. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, എന്നേക്കാളും ഹയസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഓരോ കാറ്റഗറി വെച്ച് കിട്ടിയതായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഈഴവയാണ്, പക്ഷേ അത് കിട്ടിയില്ല ഈ ഒരു റാങ്ക് വെച്ചിട്ട്, പക്ഷേ EWS കാറ്റഗറിക്ക് കിട്ടി എന്ന് പറയുന്നതിൽ കാര്യമില്ല. അത് ഓരോ കാറ്റഗറി അനുസരിച്ച് നമുക്ക് കിട്ടാനുള്ള സാധ്യത അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അടുത്തത് വരുന്നത് GEC തൃശ്ശൂരാണ്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ 102 ആണ് ലാസ്റ്റ് റാങ്ക്. ഈഴവ കാറ്റഗറിയിൽ 251, മുസ്ലിം കാറ്റഗറിയിൽ 110, LA കാറ്റഗറിയിൽ 144. ഇതൊക്കെയാണ് മെയിനായിട്ട് GECയിലത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളൊരു 10 ഓപ്ഷന് കൊടുത്തുള്ളൂ നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫൈനലി ഇന്ന് വൈകിട്ടത്തോടുകൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുന്നതോടുകൂടിയാണ് സീറ്റ് കൺഫേം ആവുള്ളൂ. വൺസ് സീറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ലിസ്റ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ കൂടി ഞാനിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ RIT കോട്ടയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ വരുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ 168 ആണ്. അതുപോലെ തന്നെ 393 ആണ് ഈഴവ കാറ്റഗറി. അതുപോലെ 2124 മുസ്ലിം കാറ്റഗറി, 5584 LA കാറ്റഗറി, 11364 for SC കാറ്റഗറി ആൻഡ് 11984 for the ST കാറ്റഗറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സ്റ്റേറ്റ് മെറിറ്റ് 169, ഈഴവ 329, മുസ്ലിം 198, LA 277, SC 1211. ഇതാണ് ഈ കോളേജിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും കൂടി നോക്കി മനസ്സിലാക്കി നമ്മുടെ സാധ്യതകളെ പറ്റി മനസ്സിലാക്കുക. നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ അത് വൺസ് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം പറയുന്നതായിരിക്കും. ഈ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. 10 വർഷത്തിലേറെയായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വിവിധ എൻട്രൻസ് പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നതിന് പരിശീലനം നൽകുന്ന മുൻനിര സ്ഥാപനമായി മുന്നേറുകയാണ് തൃശൂരിലെ ഇഗ്നറ്റ് കോച്ചിംഗ് സെന്റർ. ഇത്തവണ കീം ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷയിൽ SC വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയത് ഇഗ്നൈറ്റിലെ വിദ്യാർത്ഥിനി PS അനുഷയാണ്. ചൂണ്ടൽ പുളിക്കൽ വീട്ടിൽ ഷാജുവിൻ്റെയും വിനീതയുടെയും മകളായ അനുഷ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. കീമിലെ കാറ്റഗറി ലിസ്റ്റിലെ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ ഇഗ്നൈറ്റിലായിരുന്നു. അവിടെ ചേർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും അവരുടെ ക്ലാസ്സുകൾ നമ്മളെ മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. അനുഷയുടെ മിന്നും നേട്ടത്തിൽ അനുമോദനവുമായി വീട്ടിലെത്തിയ ഇഗ്നൈറ്റിന്റെ അക്കാദമിക് ഡീൻ അഭിലാഷ്, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊത്ത് മധുരം പങ്കുവച്ച് വിജയം ആഘോഷിച്ചു. തൃശൂർ സരോജ ഹോസ്പിറ്റലിന് സമീപം തെക്കനയിൽ പ്ലാസയിൽ പ്രവർത്തിച്ചു വരുന്ന ഇഗ്നൈറ്റ് നാറ്റ കോച്ചിംഗ് സെന്റർ വിദ്യാർത്ഥികളുടെ ഭാവി സ്വപ്നങ്ങൾക്ക് ഉയർന്ന റാങ്കിന്റെ പ്രൗഢി നൽകുന്നതിൽ വേറിട്ട് നിൽക്കുന്നു. ഒരു ബാച്ചിൽ പരമാവധി 30 വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെയുള്ളത്. നാറ്റ, JEE, BARC, BDES, NID, NIFT, UCEED, കീം എഞ്ചിനീയറിംഗ്, NCHM തുടങ്ങി വിവിധ മത്സര പ്രവേശന പരീക്ഷകൾക്കും +2-വിനും മികച്ച രീതിയിലുള്ള പരിശീലനമാണ് ഇവിടെ നൽകി വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 7356083669.